ഹലോ ഗൈസ്, ഇപ്പൊ 2-3 ദിവസം കൂടെ ഉള്ള പെരുന്നാൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോകും. അതിനെല്ലാം മുമ്പേ നേരെ മൊബൈൽ പാർക്കിൽ പോയി അമീറിനെ മൊബൈൽ പാർക്കിൽ കയറി അവിടുത്തെ കണ്ണാടി തന്നെ ഒരു ഫോട്ടോ എടുത്ത് നേരെ അമീറിനെ വിളിച്ച് നമ്മൾ ഫസ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമീറിന് സ്റ്റുഡിയോയിൽ കയറുന്ന പറഞ്ഞ നേരെ അമീർ സ്റ്റുഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 3 ടീഷർട്ട് എടുത്ത് നമ്മളവിടെ ഇന്ന് ഷോപ്പുകളായ ഷോപ്പ് മൊത്തം കയറി കിടക്കലായിരിക്കും പരിപാടി. അങ്ങനെ അമീറിന് ഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഷോപ്പിലോട്ട് വന്നു. എല്ലാവരും തകൃതിയായിട്ട് ഓരോരോ ഷർട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അമീർ 2-3 ഷർട്ടൊക്കെ ഇട്ടു. അതിന്റെ ഇടയ്ക്ക് പെരുന്നാളിന് ഈ ഗ്ലാസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചൊരു അടിപൊളി ഗ്ലാസ് അവന്മാരുടെ ഡ്രസ്സ് കപ്പൽ ഉടനെ ഒന്നും തീരാത്തോണ്ട് ഞാൻ പയ്യെ മാറി ഇവിടെ മാറിയിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ അരിയിടലിനൊടുവിൽ അമീറിനുള്ള ഡ്രസ് കിട്ടി. അടുത്ത പരിപാടി അസറിനുള്ള ഡ്രസ് എടുക്കാൻ വേണ്ടി അടുത്ത കടയിൽ പോയി അരിയിടൽ. അങ്ങനെ അസറിന്റെ പരിപാടി എല്ലാം കലാസാക്കി. ഇനി അടുത്ത പരിപാടി എനിക്ക് ഡ്രസ് 3 പേര് 3 കടയിൽ നിന്നാണ് ഡ്രസ് എടുത്തത്. എന്ത് പറയാനാ നോക്കണേ, നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ബീച്ചിൽ കയറാതെ പോക്കില്ല. നേരെ ആലപ്പുഴ ബീച്ചിലോട്ട്. ഐ ലവ് ആലപ്പുഴ എഴുതിയതിന്റെ ലവ് ഒക്കെ ഇങ്ങോട്ട് ചെറിയ ഉച്ചയ്ക്ക് അടിക്കുന്നതുകൊണ്ട് രക്ഷയില്ലാത്ത ചൂടാണ്. അതിന്റെ ഇടയ്ക്ക് കാറ്റാടിയുടെ വന്ന് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കാൻ. അസറിന് വണ്ണമുള്ളതുകൊണ്ട് കുറച്ചേരം എക്സസൈസ് ചെയ്യിപ്പിച്ച് അവന്റെ വണ്ണം ഒന്ന് കുറയ്ക്കാണ്ട് ഒരു രക്ഷയില്ലാത്ത ക്ഷീണമായി പോയി. നേരെ കുറച്ചേരം ഈ പുല്ല് വന്ന് കിടക്കാൻ മേലോട്ട് നോക്കിയപ്പോൾ ദേ ഒരു സാധനം പോകണം. ആലപ്പുഴ പുതിയതായിട്ട് വന്നതാണ് പാരാഗ്ലൈഡിംഗ്. അങ്ങനെ കുറച്ചേരം അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകാനുള്ള പ്ലാനായി. പോകുന്നവർ അസറിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി നിസ്കാരം കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ കിടന്ന് കുറച്ചേരം അങ്ങോട്ട് ഉറങ്ങിച്ചു. അമ്മാതിരി ക്ഷീണം. പെരുന്നാൾ പർച്ചേസ് ഒക്കെ കലാസാക്കി നമ്മളെ വീട്ടിലെത്തി. ഇനി അടുത്ത പരിപാടി നോമ്പ് തുറക്കണം. അപ്പൊ ഓക്കെ ബൈ.